ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈസി ടേസ്റ്റി റെസിപ്പി ആയിട്ടുള്ളൊരു ഉണക്കമീൻ ചമ്മന്തി പൊടിയാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഇതാണ് അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണക്കമീൻ ചമ്മന്തി തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. 1.5 മുറി തേങ്ങ ചിരകിയത്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 15 ചുമന്നുള്ളി നെടുകയായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഉണക്കമീനും കറിവേപ്പിലയും. ഞാനിവിടെ എടുത്തേക്കുന്ന ഉണക്കമീൻ കടവരാലാണ്. ഉണക്കമീൻ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 100 ഗ്രാം ഉണ്ട്. അതൊന്ന് ആദ്യമേ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. കട്ട് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. പിന്നെ തേങ്ങ എടുത്തേക്കുന്നത് 1 മുറിയും 1 പകുതിയും കൂടെയാണ്. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ വറക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് വെച്ച് കൊടുത്ത് വറുത്തെടുക്കാവേ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇങ്ങനെ പെറുക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം. എന്നാലേ ഉള്ളൂ നമുക്കിത് പൊടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം നമുക്കൊരു ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 15 ചുമന്നുള്ളി നെടുകെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ തേങ്ങയും ചുവന്നുള്ളിയും മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ഇപ്പം ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ എണ്ണയിൽ തന്നെയാണ് ബാക്കി പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന മിക്സ് കൂടെ ഇട്ട് നന്നായിട്ട് ഇനി ഇളക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കൈവിടാതെ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കണം. അതുവരെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആദ്യം ഇത് ചട്ടിയിലൊക്കെ പിടിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേനും ചട്ടിയിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരും. അതുവരെ ഇതിങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഹൈ ഫ്ലെയിമിലിട്ട്. ഇതിങ്ങനെ ചെയ്തെടുക്കും. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടും. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആക്കിയാണ് നമ്മളിത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒത്തിരി നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. വെളിയിൽ വെച്ചൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 മാസത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 2-3 മാസത്തോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂണ് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണായിരിക്കണം നമ്മളിതിൽ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വല്ല നനവോ അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ട് നല്ല ഡ്രൈ ആക്കി നമുക്കിത് എടുക്കണം. ഇനിയിപ്പോൾ അതേ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഉണക്കമീൻ ആയതുകൊണ്ട് ഓൾറെഡി അതിനകത്ത് ഉപ്പ് കാണും. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആവുന്നേരം വരെ ഇങ്ങനെ കൈവിടാതെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക.
അല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുത്താലേ നമുക്ക് 2-3 മിനിറ്റിനുള്ളിൽ റെഡിയായി കിട്ടത്തുള്ളൂ. പിന്നെ നമ്മളിത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വേണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. മിക്ക ആൾക്കാരും ചെയ്യുന്നത് തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒരുമിച്ച് വറുത്തെടുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും. അതെല്ലാം ഒരേ അളവിൽ തന്നെ ചിരണ്ടി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വറക്കുന്ന ടൈമിൽ അതെല്ലാം പല മൂപ്പായി പോകും. നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. പെട്ടെന്ന് നമുക്കെല്ലാം ചെയ്തെടുക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ ചമ്മന്തിപ്പൊടി തയ്യാറായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഒത്തിരി നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക് ഈ ചമ്മന്തിപ്പൊടി. നമ്മുടെ ഈ ചമ്മന്തിപ്പൊടി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണ്. അവർക്ക് ലഞ്ചിന് സൈഡായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. നമ്മൾ മീനും തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നത് കൊണ്ട് മീനിൻ്റെ മുള്ളിൻ്റെ പ്രശ്നങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടാകത്തില്ല. അവർക്ക് നന്നായിട്ട് ഇഷ്ടമാകും. അപ്പം എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. അതെ, നമ്മുടെ ചമ്മന്തിപ്പൊടി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഉള്ളത് എളുപ്പത്തിൽ റെഡിയായി. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇതുപോലെ ഇരിക്കണം, നല്ല ഡ്രൈ ആയിട്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ തണുക്കട്ടെ. ഇപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈസി റെസിപ്പി ആയിട്ടുള്ള മീൻ ചമ്മന്തിപ്പൊടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്.